കണ്ടു നിറഞ്ഞവനെ ദന്തം കൊണ്ടു കുറിച്ചവനെ വ്യാസൻ തന്നോടെ മാനസവ്യാസം കണ്ടു നിറഞ്ഞവനെ ദന്തം കൊണ്ടു കുറിച്ചവനെ. അപ്പോൾ ഇന്ന് വിനായക ചതുർത്ഥിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഭഗവാൻ വിഘ്നേശ്വരനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് ആയ ഒരു പാട്ടാണ് മദഗജ മുഖനെ ഗിരിജാസുധനെ ഗണപതി ഭഗവാനെ. അതാണ് ഭഗവാനെ അറിയപ്പെടുന്ന തന്നെ ഗിരിജാസുധൻ, അതായത് പാർവതിയുടെ മകനായ പുത്ര അല്ലെങ്കിൽ പാർവതിയുടെ മകനായ ഈശ്വര എന്നുള്ള രീതിയിലാണ് നമ്മൾ ഭഗവാൻ വിഘ്നേശ്വരനെ അറിയപ്പെടുന്നത്. അങ്ങനെയാണല്ലേ. അപ്പൊ അമ്മയുടെ ചെല്ലക്കുട്ടിയാണ് ഭഗവാൻ വിഘ്നേശ്വരൻ. അപ്പൊ ഈ പാട്ടിൽ ഞാൻ പാടിയ വരി പോലെ തന്നെ കുബേരന്റെ ഗർവം തീർത്ത കഥയാണ്. വിഘ്നേശ്വരൻ കുബേരന്റെ ഗർവം ഒരു ദിവസം തീർക്കണ്ടായി. അപ്പൊ അത് എന്താണെന്നുള്ള കഥയാണ് ഇപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, കുബേരൻ എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ രാജാവാണ്, അതായത് ധനത്തിന്റെ രാജാവാണ് കുബേരൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മാളികയും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ധനം എല്ലാം പറയുന്നത് നമുക്ക് ഒരുപാടാണ്. അദ്ദേഹത്തിന്റെ ധനം എന്ന് പറഞ്ഞാൽ ഒരുപാട് അധികം സമ്പത്ത് കുമിഞ്ഞുകൂടിയ ഒരു മാളികയാണ് അദ്ദേഹത്തിന്റെ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാളിക തന്നെ സ്വർണത്താൽ നിർമ്മിതമായതും അതേപോലെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നിനും കുറവില്ല, എല്ലാം അധികമാണ്. ഭക്ഷണമായാലും സമ്പത്തായാലും ആൾക്കാർ ഭടന്മാരും എല്ലാം അദ്ദേഹത്തിന് അധികമാണ്, ഒന്നും തന്നെ ഒരു കുറവില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഭയങ്കര ഒരു ഗർവ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ കയ്യിൽ ധനമുണ്ട്, ഈ ലോകത്തെ സർവ്വ ജനങ്ങളെക്കാളിലും എൻ്റെ കയ്യിൽ ധനം കൂടുതലാണ്, എൻ്റെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തും വെട്ടിപ്പിടിക്കാം, എന്തും എൻ്റെ കാൽച്ചോട്ടിലാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് പറയില്ലേ, പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന്. അതിപ്പോ ഇന്ന് വന്നൊരു പഴഞ്ചൊല്ലൊന്നുമല്ല, ഒരുപാട് മുമ്പ് കാലം തൊട്ട് തന്നെ ആൾക്കാർ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതേ ഒരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു കുബേരനും. എൻ്റെ കയ്യിൽ ഒരുപാട് ധനമുണ്ട്, എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അദ്ദേഹം പല ആൾക്കാരെയും വിളിച്ച് പല ആൾക്കാരോടും തൻ്റെ ഒരു പ്രമുഖ ഇത് കാണിക്കാൻ വേണ്ടി, ഗർവ് കാണിക്കാൻ വേണ്ടി അവരെ വിരുന്നിനെ ക്ഷണിക്കും. അവർക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ കൊടുക്കും, ഒരുപാട് സമ്പത്ത് കൊടുക്കും, ഒരുപാട് അങ്ങനെയൊക്കെ ദാനങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരുപാട് ഗർവമുണ്ടായിരുന്നു. ത്രിലോകങ്ങളിലും തൻ്റെ ഈ ഒരു പെരുമ അദ്ദേഹത്തിനെ എല്ലാവരുടെയും അറിയിക്കണം എന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം കൈലാസത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമ എത്തിക്കാനുള്ളൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാവുകയാണ് ഉണ്ടായത്. അതായത് അപ്പോൾ ഒരു ദിവസം കുബേര ഭഗവാൻ തീരുമാനിച്ചു, ശരി ഇന്ന് ഞാൻ പോയി ശിവകുടുംബത്തെ എൻ്റെ വീട്ടിലേക്ക് വിരുന്നിനെ ക്ഷണിക്കാം. അങ്ങനെ അവർ വന്ന് ഞാൻ നല്ല വിരുന്ന് അവർക്ക് ഒരുക്കുമ്പോൾ അവരിങ്ങനെ എൻ്റെ ധനത്തിലും എൻ്റെ സമ്പത്തിലും കണ്ട് അവരിങ്ങനെ ഒരുപാട് എന്നെ പറ്റി വളരെ ഉയർന്ന രീതിയിൽ ചിന്തിക്കും. അവരെന്നിൽ ഭയങ്കര അവർക്ക് എന്നോട് അസൂയ തോന്നും എന്നുള്ള രീതിയിൽ വരെ കുബേരൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ കുബേരൻ അങ്ങനെ ഒരു ദിവസം തീരുമാനിച്ചു, ശരി കൈലാസത്തിലേക്ക് യാത്രയാവാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കൈലാസത്തിലേക്ക് പോയി. കൈലാസം എത്തിയപ്പോൾ അവിടെ കൈലാസത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ ആരാണ് നിൽക്കുന്നത്? നമ്മുടെ നന്ദി ഭഗവാനാണ് നിൽക്കുന്നത്. അപ്പോൾ നന്ദിയോട് ഇങ്ങനെ പ്രണമിച്ചു. നമ്മൾ ഇന്ന് ഗുഡ് മോർണിംഗ് പറയുന്നത് പോലെ അവര് തന്നെ പ്രണാമം പറഞ്ഞു. അതിനുശേഷം നന്ദി ഭഗവാനും ഇങ്ങനെ അതുപോലെ തന്നെ തിരിച്ചു പറഞ്ഞു, പ്രണാമം എന്ന് പറഞ്ഞു. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ശിവകുടുംബത്തെ കാണണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാളികയിൽ ഞാൻ ശിവകുടുംബത്തിനും സർവ്വഭൂതഗണങ്ങൾക്കും അങ്ങേക്കും വേണ്ടി ഞാനൊരു വലിയ വിരുന്നൊരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ക്ഷണിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി എന്നെ ശിവകുടുംബത്തെ സമീപിക്കാൻ കടത്തിവിടണം എന്ന് നന്ദി ഭഗവാനോട് പറയണ്ടായി. ഇത് കേട്ടപ്പോൾ നന്ദി ഭഗവാന് വളരെ സന്തോഷമായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ശിവശങ്കരനെ ഒരു ദിവസത്തെ വിരുന്നിലായി ക്ഷണിക്കുകയല്ല. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നന്ദി ഭഗവാനെ ഭയങ്കര സന്തോഷമായി. അപ്പൊ അങ്ങനെ വാതിലൊക്കെ തുറന്നു കൊടുത്തു, കവാടമൊക്കെ തുറന്നു കൊടുത്തു. അങ്ങനെ നമ്മുടെ കുബേര ഭഗവാൻ അല്ലെങ്കിൽ കുബേര രാജാവ് നമ്മുടെ ശിവശങ്കരന്റെ മുന്നിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ മുന്നിലെത്തി. ശിവകുടുംബം എല്ലാവരും ഉണ്ട്, മഹാദേവനും ഗൗരി മാതാവും അതേപോലെ തന്നെ നമ്മുടെ മുരുകസ്വാമിയും സുബ്രഹ്മണ്യ സ്വാമിയും അതേപോലെ നമ്മുടെ വിഘ്നേശ്വരനും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്.
ഓരോ കളിയും ചിരിയും വർത്തമാനങ്ങളൊക്കെ ആയി അവരച്ഛനും അമ്മയും മക്കളൊക്കെ കൂടി ഇങ്ങനെ സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് ഇങ്ങനെ ഓരോന്നും അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇവരിങ്ങനെ കുബേര ഭഗവാൻ അടുത്ത് പോയി, കുബേര രാജാവ് അടുത്ത് പോയി നിന്നു, നമസ്കാരം അല്ലെങ്കിൽ പ്രണാമം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ചോദിച്ചു, ശിവശങ്കറിനെ ഇതെല്ലാം അറിയാം കേട്ടോ, ഭഗവാൻ മഹാദേവനെ അറിയാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ല. അപ്പൊ മഹാദേവനെ എല്ലാം അറിയാം. അപ്പോ മഹാദേവൻ ചോദിച്ചു, എന്താണ് വരവിന്റെ ഉദ്ദേശം കുബേര രാജാവേ എന്ന് ചോദിച്ചു. അപ്പൊ കുബേര രാജാവ് ഭയങ്കര എളിമയോടുകൂടി ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ ശിവശങ്കര, പ്രണാമം അങ്ങേക്ക്. അപ്പൊ എൻ്റെ മാളികയിൽ ഞാൻ നിങ്ങൾക്ക് കുടുംബത്തിനും സർവ്വഭൂതഗണങ്ങൾക്കും അതേപോലെ നന്ദീശ്വരനും വേണ്ടി ഒരു വിരുന്ന് തന്നെ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ കൃപയോടെ വന്ന വിരുന്ന് സൽക്കാരം കൂടണം. അതേപോലെ തന്നെ അങ്ങേക്ക് എന്തും എൻ്റെ അടുത്ത് ആവശ്യപ്പെടാം. എൻ്റെ മാളികയിലും എൻ്റെ കയ്യിലും എൻ്റെ അടുത്ത് ഇല്ലാത്തതായി ഒന്നുമില്ല എന്ന് കുബേരൻ ആരോടാണ് പറയുന്നത്? ഭഗവാൻ ശിവശങ്കരനോടും ശിവകുടുംബത്തിൽ സർവ്വതും അടങ്ങിയ ശിവകുടുംബത്തിൽ നിന്നാണ് ഇങ്ങനെ ശിവകുടുംബത്തോടാണ് കേട്ടോ കുബേരൻ ഇങ്ങനെ പറഞ്ഞത്. നോക്കണം, നമ്മൾക്ക് ഒരു വ്യക്തിക്ക് അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി മുന്നിൽ ആരാണ് നിൽക്കുന്നതെന്നും ആ മുന്നിൽ നിൽക്കുന്ന ആളുടെ വലുപ്പം അറിയാതെ സംസാരിക്കുന്ന പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുബേര ഭഗവാൻ ഇങ്ങനെ സംസാരിച്ചത് കേട്ടോ. അപ്പോൾ കുബേരൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, എപ്പോഴാണ് വിരുന്ന് എന്ന് ചോദിച്ചു. അപ്പോൾ കുബേരൻ പറഞ്ഞു, നാളെ വരൂ, നാളെയാണ് ഞാൻ വിരുന്നൊരുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന്, നാളെ നിങ്ങൾ എല്ലാവരും വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ കുബേരൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ശിവശങ്കരൻ ചോദിച്ചു, എപ്പോഴാണ് വിരുന്ന് എന്ന് ചോദിച്ചു. എപ്പോഴാണ് ഞങ്ങൾ വരേണ്ടത് ചോദിച്ചു. അപ്പോൾ കുബേരൻ എന്താ പറഞ്ഞത്? ഇപ്പൊ തന്നെ, ഇന്നാണ് ഞാൻ വിരുന്ന് സൽക്കാരം ഒരുക്കിയിരിക്കണം, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വരണം. അപ്പോൾ എല്ലാം എൻ്റെ മാളികയിൽ ഇല്ല, നിങ്ങൾക്ക് വേണ്ടത് എല്ലാം ഉണ്ട്, ഇനി ആ ക്ഷണം നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും അത് ഞാൻ അപ്പം തന്നെ തരും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ശിവശങ്കരൻ പറഞ്ഞു, ഇന്നാണെങ്കിൽ എനിക്ക് പറ്റില്ല, ഇന്ന് എനിക്ക് വരാൻ നിർവാഹമില്ല, കാരണം എനിക്കിവിടെ ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ട്, ഇന്ന് ഞാൻ വരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ കേട്ടപ്പോൾ കുബേര ഭഗവാൻ അയ്യോ എന്താ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നിൽക്കായി. അപ്പോഴാണ് നമ്മുടെ ഗൗരി മാതാവ്, നമ്മുടെ പാർവതി ദേവി പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ല, പകരം ഞങ്ങളുടെ പുത്രനായ വിഘ്നേശ്വരനെ പറഞ്ഞു വിടാം, ഗണേശനെ പറഞ്ഞു വിടാം നിങ്ങളുടെ കൂടെ, അത് മതിയാവോ ചോദിച്ചു. ശിവകുടുംബത്തിനെ പ്രതിനിധീകരിച്ചും ഭൂതഗണങ്ങളെയും നന്ദികേശനെയും പ്രതിനിധീകരിച്ച് ഞങ്ങളിവിടെ ആരെ വിടാം? വിനായകനെ വിടാം, വിഘ്നേശ്വരനെ വിടാം, അത് മതിയോ ചോദിച്ചു. അപ്പോഴാണ് കുബേരവാൻ പറഞ്ഞു, ഇത്രയും ആൾക്കാരെ പ്രതിനിധീകരിച്ച ഒരു കുഞ്ഞ് കുട്ടിയോ, അതും നിങ്ങളുടെ വീട്ടിലെ ഇളയ അംഗം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ ആലോചിച്ച് നിന്നു കുബേര ഭഗവാൻ. അപ്പോൾ പറഞ്ഞു, ശിവശങ്കരനും പാർവതി മാതാവും എല്ലാവരും പറഞ്ഞു, അങ്ങനെ മതിയാവും, ഞങ്ങൾ വിഘ്നേശ്വരനെ വിടാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വിഘ്നേശ്വരനോട് ചോദിച്ചു, നീ പോവാൻ തയ്യാറാണോ? ശിവശങ്കരൻ ചോദിച്ചു, നീ പോവാൻ തയ്യാറാണോ കുബേര ഭഗവാന്റെ കൂടെ അദ്ദേഹത്തിന്റെ മാളികയിൽ ഒരു ദിവസത്തെ വിരുന്ന് സ്വീകരിക്കാൻ നീ തയ്യാറാണോ ചോദിച്ചു. അപ്പോൾ വിഘ്നേശ്വരൻ ഒരൊറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, ഈ വിരുന്ന് പറയുമ്പോൾ മോദകം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അമ്മ ഉണ്ടാക്കുന്ന പോലത്തെ മോദകം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കുബേര ഭഗവാൻ പറഞ്ഞു, എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. മോദകം മാത്രമല്ല, ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, അതും എത്ര വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞു. അപ്പോൾ വിഘ്നേശ്വരൻ പറഞ്ഞു, എങ്കിൽ ഞാൻ വരാം, വിരുന്ന് സൽക്കാരം കൂടാം, ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സർവ്വഭൂതഗണങ്ങളെയും ശിവകുടുംബത്തെയും നന്ദികേശനെയും ഒക്കെ പ്രതിനിധീകരിച്ച് നമ്മുടെ വിനായകൻ നമ്മുടെ കുബേര ഭഗവാന്റെ കൂടെ പുഷ്പക വിമാനത്തിലും കയറി അങ്ങനെ കുബേര ഭഗവാന്റെ കൊട്ടാരം, അതായത് മാളികയിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. മാളികയിൽ എത്തിയതിനു ശേഷം നമ്മുടെ കുബേര ഭഗവാൻ പുഷ്പക വിമാനം നിർത്തി അതിൽ നിന്ന് നമ്മുടെ വിനായകനെ ആനയിച്ച് ഇറക്കി കൊണ്ടുവന്നു. ആ മാളിക മുഴുവൻ, അതായത് കുബേരന്റെ മാളിക മുഴുവൻ ചുറ്റി കാണിക്കാൻ തുടങ്ങി. അതായത് കൊട്ടാരത്തിന്റെ സദസ്സ് കൂടുന്ന സ്ഥലവും അതേപോലെ തന്നെ ഓരോ അന്തഃപുരങ്ങളും അതേപോലെ അടുക്കള, അതായത് പാചകശാല, ആ പാചകം, അത് കഴിഞ്ഞ് നമ്മൾക്ക് ഊൺമേശ വയ്ക്കുന്ന സ്ഥലം എല്ലാം അങ്ങനെ വിശദമായി കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പരിപാടികൾ നടക്കുന്ന നൃത്യങ്ങളും സംഗീത കച്ചേരികളൊക്കെ നടക്കുന്ന സ്ഥലവും അങ്ങനെ ആഭരണങ്ങളും നിധികളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ പൈസ വെച്ചിരിക്കുന്ന റൂമുകളും അങ്ങനെ എല്ലാം സർവ്വതും ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി കേട്ടോ വിനായകന്റെ. പക്ഷെ ഇതിലൊന്നും വലിയൊരു ശ്രദ്ധയോ കാര്യങ്ങളോ ഒന്നുമില്ല. വിനായകൻ എങ്ങനെയാ, അത് എല്ലാം കാണുമ്പോഴും ഒരേപോലത്തെ ഒരു ഫീലിംഗ്, അതായത് പാചകശാല കാണുമ്പോഴും എല്ലാം കാണുമ്പോഴും ഒരേപോലത്തെ ഫീലിംഗ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ സമയത്ത് വിനായകൻ ചോദിച്ചു,
ഭക്ഷണമായില്ലേ, ഞാൻ മോദകം ഉണ്ടാന്നല്ലേ ചോദിച്ചത്, മോദകം എത്താറായില്ലേ, കൊണ്ടുവരാറായില്ലേ, എനിക്ക് വിശക്കുന്നു, ഞാൻ കൈലാസത്തിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നത് അങ്ങയുടെ വിരുന്ന് സ്വീകരിക്കാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞതും വിനായകൻ ഇത് പറഞ്ഞതും നമ്മുടെ കുബേര ഭഗവാൻ അദ്ദേഹത്തിന്റെ എല്ലാ ഭടന്മാരെയും അതേപോലെ തന്നെ പാചകശാലയിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് ഭക്ഷണം ഉണ്ടാക്കിയ എല്ലാ ഭക്ഷണങ്ങളും അവിടെ നിരത്തി വെച്ചു തുടങ്ങി. അങ്ങനെ വിവിധ തരത്തിലും വിവിധ നിറത്തിലും വിവിധ രുചികളിലുമുള്ള ഭക്ഷണം വിനായകന്റെ മുന്നിൽ നിരന്ന് ഇരുന്നു അവിടെ. അങ്ങനെ വിനായകൻ ഓരോന്നോരോന്നായി കഴിച്ചു തുടങ്ങി. അങ്ങനെ ഓരോന്ന് കഴിച്ചു തുടങ്ങുന്നു. പാത്രങ്ങൾ കാലിയായി തുടങ്ങി. വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, വീണ്ടും കൊണ്ടുവച്ചു, വീണ്ടും കാലിയായി. അങ്ങനെ കഴിക്കാൻ തുടങ്ങി കാലിയായി എല്ലാ, അതായത് അടുക്കളയിൽ സൂക്ഷിച്ചു വെച്ച എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും കാലിയായി തുടങ്ങി കേട്ടോ. അവിടെ പിന്നെ ഒന്നുമില്ല. അതായത് കുറേ ദിവസങ്ങൾക്ക് വരെ സൂക്ഷിച്ചു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ കാലിയാവാൻ തുടങ്ങി. പിന്നെ ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ അവിടെ തീർന്നു തുടങ്ങി. പിന്നെ അടുപ്പ്, മണ്ണെണ്ണ, അങ്ങനത്തെ പോലത്തെ കുറേ സാധനങ്ങളും അതും തീർന്നു തുടങ്ങി. അങ്ങനെ വിനായകനെ വിശപ്പ് മാറുന്നില്ല. വിനായകൻ ഇനിയും ഭക്ഷണം വേണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ചെയ്യാൻ അറിയുന്നില്ല കുബേരസ്വാമിക്ക് ആകെ അപമാനം തോന്നാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളോ, ഒരു കുഞ്ഞു കുട്ടിയുടെ വിശപ്പ് മാറ്റാൻ പറ്റുന്നില്ല എനിക്ക് എന്നുള്ളൊരു അപമാനം ഫീൽ ചെയ്യാൻ തുടങ്ങി കുബേര ഭഗവാന്. എന്നിട്ടും വിനായകന്റെ വിശപ്പ് മാറുന്നില്ല. വിനായകൻ അവസാനം ഭക്ഷണശാലയിലേക്ക് നേരിട്ട് അങ്ങോട്ട് കടന്നുപോയ അമ്മിക്കല്ലും മാട്ടുകല്ലൊക്കെ എടുത്ത് കഴിക്കാനുള്ളൊരു പദ്ധതിയിലേക്ക് തുടങ്ങിയപ്പോഴാണ് ഈ കുബേരസ്വാമിയുടെ ഭടന്മാരിൽ കുറച്ചുപേരെ പറഞ്ഞിട്ടിരിക്കുക, കുബേരൻ എങ്ങോട്ടേക്ക്, കൈലാസത്തിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ വിനായകൻ കടന്ന് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്, എൻ്റെ സർവ്വ സാധനങ്ങളും കഴിയാൻ തുടങ്ങി, എനിക്കൊന്നും ചെയ്യാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു, കൈലാസത്തിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ഇതറിഞ്ഞ് എന്താ ചെയ്ത് ഇതറിഞ്ഞപ്പോൾ നമ്മുടെ ഗൗരി മാതാവിന്, പാർവതി ദേവിക്ക് ഒരു ബുദ്ധി തോന്നി. പാർവതി ദേവി കൈലാസത്തിന്റെ ഇവിടെ ചെന്ന്, അതായത് അടുക്കളയിൽ ചെന്ന്, അതായത് ഭക്ഷണശാലയിൽ ചെന്ന് കുറച്ച് മാവും അതേപോലെ തന്നെ കുറച്ച് ശർക്കരയും നാളികേരും എല്ലാം കൂടെ എടുത്ത് ഒരു മോദകം ഉണ്ടാക്കി. അതും എടുത്ത് കുബേരന്റെ മാളികയിൽ പോയി നമ്മുടെ ഗണേശനെ ഊട്ടി. അത് ഉണ്ടതും നമ്മുടെ ശ്രീ ഗണേശന്, വിഘ്നേശ്വരന് അദ്ദേഹത്തിന്റെ വിശപ്പ് അടങ്ങി. അദ്ദേഹം എന്ന് പറഞ്ഞൊരു ശബ്ദത്തോടു കൂടി ഒരു ശബ്ദം ഉണ്ടാക്കിയായി. അതായത് അദ്ദേഹത്തിന്റെ വിശപ്പ് അവിടെ അടങ്ങി. അമ്മയുടെ ഒരു ഉരുള മോദകം കഴിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ അവിടെ വിശപ്പ് മാറി. അപ്പോൾ നമ്മുടെ പാർവതി ദേവിയും ശിവശങ്കരനും ഒക്കെ നമ്മുടെ കുബേരസ്വാമിയോട് ചോദിച്ചു, ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത്, ഇവന് വിശപ്പ് അധികമാണ്, ഞാൻ ഇവനെ വിട്ടു കഴിഞ്ഞാൽ നിനക്ക് അവൻ്റെ വിശപ്പ് മാറ്റാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ആദ്യമേ ചോദിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കുബേരൻ അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്താൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ അപ്പം ആവശ്യപ്പെടുന്നത് എന്തും എനിക്ക് ചെയ്തു തരാൻ പറ്റും, ആ രീതിയിലായിരുന്നു കുബേരൻ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കുബേരൻ അവിടെ സാഷ്ടാംഗം നമസ്കരിക്കുകയുണ്ടായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുബേരൻ പറഞ്ഞു, എനിക്ക് വലിയ തെറ്റുപറ്റി. കാരണം സംഹാരം ചെയ്യുന്ന ആൾക്കാരോട്, സ്ഥിതി സംഹാരം ചെയ്യുന്ന ആളാണ് ഇവിടെ മഹേശ്വരൻ എന്ന് പറയുന്നത്, മഹാദേവൻ എന്ന് പറയുന്നത് സംഹാരം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം വിചാരിച്ചാൽ ഏതൊരു വസ്തു, എത്ര വലിയ ലോകത്തെയും ഒരു തുണ്ട് ഭസ്മമാക്കി മാറ്റാൻ പറ്റും. അദ്ദേഹത്തിന്റെ മുന്നിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ വലിപ്പം മറന്നുകൊണ്ടാണ്, അറിയാഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന്റെ വലിപ്പം മറന്നുകൊണ്ടാണ് ആ ഒരു കുടുംബത്തിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഇത്രയും അഹന്തയോടുകൂടി സംസാരിച്ചത്. അപ്പോൾ വിഘ്നേശ്വരന്റെ ഈ ചെറിയൊരു എന്താ പറയുക, ഒരു കേളി ലീല കൊണ്ട് ആ കുബേരന്റെ ആ ഒരു അഹന്തയെ അങ്ങനെ അകറ്റി, ആ ഒരു ഗർവ്വം മാറ്റി, കുബേരനെ ഒരു എന്താ പറയുക കളങ്കമില്ലാത്തവനാക്കി ആ ഒരു സമയത്ത് മാറ്റിയിരിക്കുകയാണ് നമ്മുടെ വിനായകൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്ര തന്നെ എന്തെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അഹങ്കാരം എന്ന് പറയുന്ന ഒരു എലമെന്റ് മാത്രം നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് വെക്കാനേ പാടില്ല. അഹന്ത നമ്മയിൽ കുടികേറുമ്പോൾ മഹേശൻ നമ്മെ വെടിഞ്ഞിടുന്നു എന്നാണ് സത്യം പറഞ്ഞാൽ പറയാം. കാരണം അഹങ്കാരം വരുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ആരാണ്, ആ വ്യക്തിയുടെ വലിപ്പം എന്താണ് നമ്മൾ മറന്നു പോകും. അത് മറന്നായിരിക്കും നമ്മൾ ചിലപ്പോൾ സംസാരിക്കേണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരിക്കലും ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിഘ്നേശ്വരനോട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. നിങ്ങളെല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്